അലർജിയുള്ള ആളുകൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട 5 ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് അലർജിയുള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമാണ് അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുന്നത്. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഫുഡുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുണ്ട്. അപ്പോൾ നമ്മൾ അത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അത് മാറ്റിയാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. ആദ്യമായിട്ട് പാലാണ്, അതായത് പാലും പാൽ പ്രോഡക്ട്സും നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കഴിക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തൈരും മോരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അത് തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ, അതായത് കഫത്തിന്റെ പ്രൊഡക്ഷൻ അത് കഴിച്ചിട്ടും വരുന്ന ആളുകൾ അതിൽ കുറച്ച് കുരുമുളക് അതുപോലെ ജിഞ്ചർ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. ഷുഗർ നല്ല രീതിയിൽ ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഷുഗർ നമ്മൾ വൈറ്റ് പോയിസൺ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വഴി തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും അലർജിയുടെ ബുദ്ധിമുട്ടായിട്ടുള്ള തുമ്മലും മുക്കലിപ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്ഡ് ഫുഡാണ്. പ്രോസസ്ഡ് ഫുഡിലൊക്കെ കൂടുതലായിട്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവാറുണ്ട്. ഈ പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും അതുവഴി അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടാവാനും കൂടുതലായിട്ട് കാരണമാകുന്നു. അപ്പോൾ അത് മാക്സിമം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പഴകിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അച്ചാറ് പോലെയുള്ള ഭക്ഷണങ്ങൾ, ഉണക്കമീനുകൾ, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അലർജിയുടെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മൂക്കൊലിപ്പ്, തുമ്മൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. തണുപ്പുള്ള ഫുഡും ഡ്രിങ്ക്സും നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഓൾറെഡി ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ കൂടുതൽ ഇൻഫ്ലമേഷൻ ആഡപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരം ഫുഡുകൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ. എന്നിട്ട് നിങ്ങളെ ചേഞ്ച് നമ്മളെ അറിയിക്കൂ. അലർജിയെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ടിനും റിലേറ്റീവ്സിനും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് തന്നെ ഷെയർ ചെയ്യൂ കേട്ടോ.